ತೊಪ್ಪು ತೊಪ್ಪು ತೆಕ್ಕಿಜ್ಜ ಟೊಮೆಟೊ സവാള കത്തി കാണുമ്പോൾ ഏതോ കല്യാണത്തിൻ്റെ ഫുഡ് ആക്കണം അങ്ങനെ ഉണ്ട്. ആക്കിക്കൊണ്ടില്ലത് എത്ര ആൾക്ക്? 6 ആള്. ഒന്ന് കയ്യിലിട്ടിട്ട് ഇളക്കുമ്പോൾ ಒಂತ ತೆಕ್ಕೊಡು ಆಯ್ತು ಕಲ್ಲಿಪ್ಪು സാരല്ല. അപ്പം നമ്മൾ പുതിയ കൊല്ലത്തൊക്കെ ആക്കിയ ഒരു ചെറിയ പാർട്ടി പോലെ ഒരു കുസ്ക റൈസ് പോലെ ആക്കിയിട്ടുണ്ടായി. കുസ്ക റൈസ് ഇപ്പോൾ സെറ്റായിന്. അപ്പോൾ അതിനെ ദമ്മെല്ലാം പൊട്ടിച്ചിട്ട് അരി നല്ല വെന്തിനാന്നുള്ളത് നോക്കല. ഇപ്പോൾ ബായെല്ലാം വെച്ചിട്ട് അതെല്ലാം മെൽട്ടായി പോയിന്. എല്ലാം നമ്മളെ കൂടിയിട്ടാക്കിയതല്ലേ. അപ്പോൾ ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറെക്കുറവ് ഉണ്ടാവും കരുതി നോക്കുമ്പോൾ ഒന്നുമില്ല. നല്ലതായിട്ടായിന്. ഭയങ്കര സന്തോഷമായി. അടിയിൽ കോരിയിട്ടൊന്ന് ഇളക്കിയിട്ട് കണ്ട നല്ല പാങ്ങുണ്ടായി. ഇതെന്തിനാക്കിയിട്ടുള്ളത്? ഇതെന്തിനാക്കിയിട്ടുള്ളത്? ഇതൊരു കോഴി കണലിൽ ചുട്ടെടുക്കുന്ന പരിപാടി. അതിനെ കൊണ്ട് തീയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കണലിട്ടിട്ട് അതിക്ക് തീ പിടിപ്പിച്ചുകൊണ്ടില്ലത്. पुटिंग इसका पेस्ट है यहाँ जस्ट नक्कतुला मनप जस्ट तुदी नक्कतुला ई तुला उप्पु बरो पक्का बा वेरी स्पाइसी कम्मी ಆ ನೀರೆಲ್ಲ ಪಾಡ್ತಿತ್ತಿರುತ್ತೆ. കനലെല്ലാം സെറ്റായി. ഇപ്പം അതിൻ്റെ മുകളിൽ കോയിനെല്ലാം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം പിടിക്കുമോ, സ്ലോ ആയിട്ട് കുക്കാവല്ല ഇത്. എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇത് റെഡിയാവുന്ന സമയത്ത് നല്ല രുചി ഉണ്ടാവും. സ്ലോ മോഷൻ കുക്കിംഗ്. സ്മോക്കി ചിക്കൻ പുക വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് സ്മോക്കി ചിക്കനായി. ചിക്കൻ സ്മോക്ക്ഡ് ചിക്കൻ. ഓ ചിക്കൻ എല്ലാം ചുട്ടിട്ട് റെഡിയായാ? ഓ ചിക്കൻ റെഡി. ചിക്കൻ റെഡി. കയ്യിലെടുത്ത് വെച്ചു, അത്ര ചൂടൊന്നുമില്ല. കയ്യിലെടുത്തിട്ട് അത് കിട്ടില്ല. ഞാൻ എടുത്തിടണ ലാസ്റ്റ്. ഇതൊന്ന് എടുക്കുക ശരി. എന്നിട്ട് വലുത് അതിൻ്റെ അടിയില്ലല്ലോ നമുക്ക് അതെല്ലാം എടുക്കാം അല്ലേ. നമ്മള് നല്ല ന്യൂ ഇയർ പാർട്ടിയൊക്കെ വെറും തിന്നൽ മാത്രം അല്ലേ. അപ്പോൾ ഇതൊരു ഫോയിൽ ചിക്കൻ. ഈ ഫോയിൽ നമ്മളെ ഈ അലുമിനിയം ഫോയിൽ പേപ്പറിൽ ചുരുട്ടിയിട്ട് കണലിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ചുട്ടെടുക്കാനുള്ള പരിപാടി. അതോടെ വന്ന നമ്മളുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ആക്കാനാണ്. അതുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിലാക്കിക്കൊണ്ടില്ലതാണ്. ചുടാൻ കൊണ്ടുവന്ന 2 കോയിൽ ഒന്ന് എടുത്തിട്ട് ഈ മോഡലാക്കിക്കൊണ്ടില്ല. മാത്രം അതെല്ലാം റെഡിയായിട്ട് കഴിക്കുന്ന സമയത്ത്
നല്ല രസമുണ്ടായി. പറഞ്ഞ ഈ ഫോയിൽ പേപ്പറിൽ ചെറിയ കനലിലിട്ടിട്ട് ഒരു 1-1.5 മണിക്കൂർ ചെറിയ തീയിൽ അതേ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരു ദമ്മ് പോലെ കാറ്റൊന്ന് പുറത്ത് വരാണ്ട് അതേപോലെ ചുട്ടെടുത്തത്. അതിനെക്കൊണ്ട് തിന്നാൻ ഒരു നല്ല ടേസ്റ്റ്, വെറൈറ്റി ആയിട്ടുണ്ടായി. മാത്രം അതാക്കാൻ കുറേ സമയമെടുത്ത്, ടൈം കുറേ ആയി, ഒരു 1.5-2 മണിക്കൂറായി അതാക്കാൻ വേണ്ടിയിട്ട്. അത്ര സമയം എടുത്താലും നല്ല രസം. അതിന് വേദന നോക്കണ്ട സത്യമാണ്. ഓക്കെ ഓക്കെ ഫുള്ള് എല്ലാം 2 സൈഡ് ഫോൾഡാക്കി നല്ല പ്രസ് മടക്കി കൊടുക്കുക. അങ്ങനെ വലിക്കണ്ട, താത്തി വലിക്കണ്ട. ഞാൻ വീട് വിളിക്കില്ല. ഇതേ തീൻ്റെ അടിയിലാണ് നമ്മൾ ആ ഫോയിലിൽ കവർ ചെയ്ത ചിക്കനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഫൈനലി ഈ പർവ്വതത്തേക്ക് എത്തിയത് അതിനെ ഫോയിൽ ചിക്കൻ കാണുന്ന ഈ കാഴ്ച നല്ല വെന്തിട്ട് നല്ല അതിന്റെ ലെഗ് പൊട്ടിക്ക് ഒന്ന് ഫോയിൽ പേപ്പറിൽ ചെയ്തിട്ട് ജസ്റ്റ് വെയിറ്റ്. കയ്യില് അത് വെന്തത് കണ്ട. ഫൈനലി നമ്മൾ കുറേ മെനക്കെട്ടിട്ട് കുറേ സമയം എടുത്തിട്ട് ആക്കിയ കുക്കിംഗ് ഇപ്പോൾ തിന്നാനില്ല സമയം എത്തി. അപ്പോൾ ചുട്ട ഒരു ചിക്കനും മസാല റൈസും നിവിയറിൻ്റെ ആഘോഷം തുടങ്ങിയതായിപ്പോൾ. ഇതെല്ലാം നമ്മുടെ തോട്ടത്തിലേ ഇല്ല ആൾക്കാർ. മുതലാളിൻ്റെ വക ഒരു ചെറിയ പാർട്ടി തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ആക്കിന്. അപ്പോൾ കാത്തിരുന്ന 12 മണീൻ്റെ സമയം ഇപ്പോൾ എത്തി. എല്ലാവരും ഇപ്പോൾ 2025 കടന്നു. അപ്പോൾ അതിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിസ് പറഞ്ഞിട്ട് നമ്മളുടെ ഈ ചെറിയ പാർട്ടി ഇവിടേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നില്ല ആൾക്കാർക്ക് വേണ്ടിയിട്ട് മുതലാളി തന്ന ഒരു ചെറിയ പാർട്ടി ഇത്. അപ്പോൾ എല്ലാവരും ഇതിൽ എൻജോയ് ആക്കി. അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങളെ വന്ന് കാണാം. ബായ്.